ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ഡിസ്നിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിൽ ഇന്ത്യ 185 റൺസ് എടുത്തുകൊണ്ട് ഓൾ ഔട്ട് ആയി പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. ഓസ്ട്രേലിയക്ക് വേണ്ടി 4 വിക്കറ്റുകളാണ് സ്കോട്ട് ബോളണ്ട് വീഴ്ത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മിച്ചൽ സ്റ്റാർക്കിന് 3 വിക്കറ്റുകളും പാറ്റ് കമ്മിൻസ് 2 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്. 40 റൺസ് നേടിക്കൊണ്ട് ഋഷഭ് പന്തായിരുന്നു ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി മാറിയതും. ഏതായാലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിൽ ടീം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായിട്ടുള്ള 185-നെതിരെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു ഓസ്ട്രേലിയ. ഇന്നത്തെ ആദ്യ ദിവസം സ്റ്റംസിന് പിരിയുമ്പോൾ ഉസ്മാൻ ഖ്വാജയുടെ വിക്കറ്റാണ് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായിരിക്കുന്നത്. 2 റൺസ് എടുത്തുകൊണ്ട് ഉസ്മാൻ ഖ്വാജയെ ജസ്പ്രീത് ബുംറ പറഞ്ഞേക്കുകയായിരുന്നു. പിന്നാലെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുകയും ചെയ്തു. ഇന്നത്തെ കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ് ഓസീസ് ഉള്ളത്. ജസ്പ്രീത് ബുംറയ്ക്കാണ് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളതും. ഇന്ത്യൻ ക്യാപ്റ്റന്റെ പന്തിൽ സ്ലിപ്പിൽ കെ രാഹുലിന് ക്യാച്ച് നൽകിക്കൊണ്ടായിരുന്നു ഖ്വാജ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. സാം കോൺസ്റ്റസ് 7 റൺസുമായി ക്രീസിലുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിനിടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയോട് സാം കോൺസ്റ്റസ് കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, ഓസ്ട്രേലിയ ബാറ്റിംഗിന് എത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. കളിയിലെ മൂന്നാമത്തെ ഓവറിലെ അവസാനത്തെ പന്തിലാണ് ഖ്വാജയെ ജസ്പ്രീത് ബുംറ മടക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് പന്തെറിഞ്ഞുകൊണ്ട് മറ്റൊരു ഓവർ കൂടി എറിയാനുള്ള ശ്രമമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ നടത്തിയതെങ്കിൽ തീർച്ചയായിട്ടും ഖ്വാജ അവിടെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികം. ഏതായാലും ഇത് ബുംറ ഒരു ജസ്റ്ററിലൂടെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നോൺ സ്ട്രൈക്കറിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റസ് ഇതിൽ ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഒരു 19-കാരൻ ജസ്പ്രീത് ബുംറയെ പോലെയുള്ള ഒരു താരത്തിനോട് കൊമ്പ് കോർക്കുന്ന ഒരു ദൃശ്യം. തീർച്ചയായിട്ടും ബുംറയോട് പലതും അദ്ദേഹം പറയുന്നുമുണ്ടായിരുന്നു. ഇതിനിടെ ബുംറ ചോദിക്കുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അതിനുള്ള മറുപടിയും കോൺസ്റ്റസ് നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നതും. ഏതായാലും പിന്നീട് ഇരുവരും നേർക്കുനേർ നടന്നു വന്നപ്പോൾ അമ്പയർ ഇതിൽ ഇടപെടുകയും പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള പന്തിൽ ജസ്പ്രീത് ബുംറ ഖ്വാജയെ സ്ലിപ്പിൽ കെ രാഹുലിന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് മടക്കുകയും ചെയ്തു. യെസ്, നമ്മൾ ഈ പറഞ്ഞ സംഭവം അരങ്ങേറിയിട്ട് തൊട്ടടുത്ത രണ്ടാമത്തെ പന്തിൽ തന്നെ ജസ്പ്രീത് ബുംറ ഖ്വാജയെ മടക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ആളറിഞ്ഞ് കളിക്ക് മോനേത് തന്നെയായിരിക്കണം പല ആരാധകരും ഇപ്പോൾ കോൺസ്റ്റസിനോട് പറയുന്നുണ്ടാവുക. ഖ്വാജയുടെ വിക്കറ്റ് എടുത്തതിന് ശേഷം ബുംറ വലിയ തോതിലുള്ള ആഘോഷം അതും കോൺസ്റ്റസിന് നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പല ആരാധകരും നിങ്ങളൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അത് കൊടുക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റിന് ഇഷ്യൂ വരും. ഏതായാലും എന്താണ് ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.